ഹലോ എവരിവൺ, വെൽക്കം ടു ഫിസിക്സ് ബോട്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് പാർട്ട് 2 വീഡിയോ ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പാർട്ട് 3 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് ഡയമെൻഷൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഈ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് വേഗം തന്നെ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഡയമെൻഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഈ ഒരു പോയിന്റുകളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതെന്താണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറയാം. ഫസ്റ്റ് പോയിൻ്റാണ് ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് എന്ത് ചെയ്യുക, നോക്കാനാണ് ഡയമെൻഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. ഒരു ഇക്വേഷൻസ് ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ തെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോക്കും, ഡയമെൻഷൻ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ കൺവേർഷൻ ഓഫ് വൺ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. കൺവേർഷൻ ഓഫ് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമെൻഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഡയമെൻഷൻസ് യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ അടുത്തത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കേട്ടോ. ഒരു പ്രോബ്ലം എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയമെൻഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ വേറൊരു പോയിന്റാണ് ഇറർ ഡിറ്റക്ഷൻ. ഒരു ഇക്വേഷനിൽ എന്തെങ്കിലും ഇറർ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് കടന്നു കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ഡയമെൻഷൻ യൂസ് ചെയ്താൽ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഈ 5 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ 5 പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമോജിനിറ്റി. ഇത് നിർബന്ധമായി പഠിക്കേണ്ട കാര്യമാണ്. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടോ എന്തായാലും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ 2 ഭാഗം ഈക്വൽ ആവുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിളിനെ പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഓക്കെ, ഡെഫിനിഷൻ ഇതാണ്. It is state that dimensions of each of the terms of a dimensional equation on both sides should be same. ഒരു ഇക്വേഷൻ്റെ 2 ഭാഗം എന്ത് ചെയ്യുക, തുല്യമായിരിക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പം അതാണ് എന്ത് ചെയ്യുക, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അത് എന്താണെന്ന് നമുക്ക് പറയാം. ഈ ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ന്യൂട്ടൺസിൻ്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് S=UT + ½ AT² എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഇക്വേഷൻ്റെ എങ്ങനെയാണ് ഡയമെൻഷൻ എന്താണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു ഇക്വേഷനാണ് അല്ലേ, S=UT + ½ AT². ഓക്കെ, നമ്മൾ ഇതിൽ S=UT + ½ AT². എസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പം എസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ എസിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യുക, ഡയമെൻഷൻ നമ്മൾ കാണണം. അപ്പോൾ എസിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടു, എല്ലാണ് കിട്ടിയത്. ഓക്കെ, ഇനി യുടെ ഡയമെൻഷൻ നോക്കണം. UT. ഓക്കെ, ഇവിടെ U എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റിയാണ്. T എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ആണ്. പിന്നെ AT എന്ന് പറഞ്ഞ സംഭവമുണ്ട്, AT² എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. A എന്ന് പറഞ്ഞാൽ എന്താ, ആക്സലേഷൻ ആണ്. T എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ, U എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ U എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ, വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഉണ്ട് L(T⁻⁻1) കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തു വയ്ക്കാൽ വെലോസിറ്റി എന്താ, L(T⁻⁻1). ക്ലിയർ അല്ലേ? ഓക്കെ, L(T⁻⁻1). ഓക്കെ, ഇൻറ്റു T, ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ, ക്യാപിറ്റൽ T അല്ലേ, ക്യാപിറ്റൽ T. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, L ഡയമെൻഷൻസ് ഓഫ് L എഴുതി കൂടെ.
കാരണം എന്താ, ഡയമെൻഷൻ അതായത് നമുക്ക് t⁻⁻1 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? t⁻⁻1 ഇൻറ്റു ടി എന്നാൽ t⁻0 എന്നല്ലേ? അത് t⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ t⁻⁻1 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ t⁻0 ആണ് അല്ലേ? അതിന് t⁻0 1 ആണ്. അപ്പം ഓക്കെ 1 കിട്ടി. അപ്പോൾ അവിടെ 1 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ln അല്ലേ? ശരി. ഓക്കെ, പിന്നെന്താ AT അല്ലേ? AT സ്ക്വയർ അല്ലേ? AT². ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഹാഫ് എന്നുള്ള ക്വാണ്ടിറ്റി നമ്മളുടെ ഡയമെൻഷനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം യൂസ് ചെയ്യുമ്പോൾ ഹാഫിനെ പരിഗണിക്കില്ല. അതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പരിഗണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ AT² നമുക്ക് കണ്ടുനോക്കാം. AT² എന്നാൽ ആക്സിലേഷൻ്റെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ L⁻² ആണ് നമുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പാട്ടുള്ള വീഡിയോയിലേക്ക് പോയാൽ കാണാൻ പറ്റും. L⁻² എന്നാണ് ആക്സിലേഷൻ. ആകുമ്പോൾ L⁻² അതല്ലേ ഇൻറ്റു ടൈം എന്താ? ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T ആണ് അല്ലേ? അപ്പോൾ T² ആകുമ്പോൾ ക്യാപിറ്റൽ T² അല്ലേ? T². ഓക്കെ, അപ്പം നമുക്ക് എന്താ T⁻² ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എത്ര? സോറി, T² എന്ന് പറഞ്ഞാൽ എത്ര? T⁻0. അതിനെന്താ 1 അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഡയമെൻഷൻസ് L അല്ലേ വരുന്നേ? ക്ലിയർ ആണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഓക്കെ, നമ്മൾ ഒരു ഇപ്പോൾ അവിടെ പറഞ്ഞ കാര്യം എന്താ? S എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻസ് L കിട്ടിയ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ്റെ ഒരു ഭാഗത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ UT കണ്ടു. UT കാണുമ്പം അതായത് U എന്ന വെലോസിറ്റിയാണ്, T എന്ന ടൈമാണ്. അത് കണ്ടപ്പോൾ ഡയമെൻഷൻ എന്താ കിട്ടിയത്? L കിട്ടിയത്, L ആണ് കിട്ടിയത്. ഓക്കെ, പിന്നെ AT² കണ്ടപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? അതിൻ്റെ ഡയമെൻഷൻ എന്താ കിട്ടിയത്? L ആണ് കിട്ടിയത്, ലെങ്ത് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ, അതായത് S = UT പ്ലസ് ഹാഫ് AT² എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L = L പ്ലസ് L എന്നുള്ള രീതിയിലല്ലേ കിട്ടിയത്? ക്ലിയർ അല്ലേ? അതായത് ഒരു ഇക്വേഷൻ്റെ രണ്ട് ഭാഗം എന്ത് ചെയ്യുക? ഈക്വലാവുന്നുണ്ട് അല്ലേ? അതായത് ഓരോ ഇക്വേഷൻസും, അതായത് ഡയമെൻഷൻസ് ഓഫ് എസും ഡയമെൻഷൻസ് ഓഫ് UTയും ഡയമെൻഷൻസ് ഓഫ് AT² എന്ത് ചെയ്യുക? ലെങ്ത് ആണ് കിട്ടിയത് അല്ലേ? ഡയമെൻഷൻസ് ഓഫ് L ആണ്. ഓക്കെ, ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ ഡയമെൻഷനിൽ കറക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഒരു ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഇങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? തെളിയിക്കുക. അപ്പോൾ നമ്മൾ 2-3 എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, V² = U² + 2AS. ഓക്കെ, അപ്പോൾ ന്യൂട്ടൻ്റെ അടുത്തൊരു ഇക്വേഷൻ ആണ് അല്ലേ? അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. വെലോസിറ്റി U എന്ന് പറഞ്ഞാലും വെലോസിറ്റിയാണ്. U എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്. എന്തായാലും വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് L⁻⁻1. ക്ലിയർ ആണല്ലോ? ഇവിടെ V² ആണുള്ളത്. അതുകൊണ്ട് ഡയമെൻഷൻസ് ഓഫ് V² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സ്ക്വയർ ചെയ്യും അല്ലേ? ഈ കിട്ടിയ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ സ്ക്വയർ ചെയ്യാം. ഈ സ്ക്വയർ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? L²T⁻². ക്ലിയർ ആയല്ലോ? അപ്പം വെലോസിറ്റി V² എന്ന് പറയുമ്പം L²T⁻² എന്ന് കിട്ടി. ഓക്കെ, അതേമാതിരിയാണല്ലോ U എന്ന് പറഞ്ഞാലും ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ U² കണ്ടാലും നമുക്ക് ഇതെന്നല്ലേ കിട്ടുക? L²T⁻². ക്ലിയർ അല്ലേ? അപ്പം ഈ രണ്ട് ഭാഗത്തും നമുക്ക് എന്ത് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? L²T⁻² ആണല്ലേ? ഓക്കെ, ഇനി AS അല്ലേ? അതുപോലെ തന്നെ ഇനി എന്താണ് AS? A എന്നുള്ള ആക്സിലേഷൻ, S എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് അല്ലേ? ആക്സിലേഷൻ്റെ വരുമ്പം L⁻² ആണ് നേരത്തെ കണ്ടത് അല്ലേ? ആക്സിലേഷന് L⁻² ആണ്. അതിൻ്റെ കൂടെ ലെങ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ? L അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് L²T⁻². ക്ലിയർ അല്ലേ? എന്താണ് L²T⁻²? ക്ലിയർ അല്ലേ? അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇക്വേഷൻ എന്താ? ഡയമെൻഷനിൽ കറക്റ്റാന്ന് പ്രൂവ് ചെയ്തു. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും L²T⁻² ആണ്. അതുപോലെ തന്നെ ആക്സിലേഷൻ ഇൻറ്റു S എന്ന് പറഞ്ഞാൽ എന്താ?
ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ L square T raised to -2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, തുല്യമാണ് നമ്മൾ തെളിയിച്ച്. അപ്പോൾ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. അതായത് ഡയമെൻഷൻസ് ഓഫ് അതായത് നമുക്കിങ്ങനെ എഴുതാം, ഈ V square is equal to U square plus 2AS. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, L square T raised to -2 equal to L square T raised to -2 ആണ്. അതുപോലെ തന്നെ 2AS കണ്ടപ്പോൾ എന്താ കിട്ടിയേ, L square T raised to -2. ആ മൂന്ന് എന്ത് ചെയ്യുക, ഈക്വലാണെന്ന് പറയാൻ പറ്റും ഈ മൂന്ന് കേസിലും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എന്താ ഡയമെൻഷനലി കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ന്യൂട്ടൻ്റെ ഇക്വേഷനാണ് V is equal to U plus AT. ഇത് വെച്ച് നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. V എന്ന് പറഞ്ഞത് വെലോസിറ്റിയാണ്, U എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, A എന്ന് പറഞ്ഞാൽ ആക്സലറേഷനാണ്, T എന്ന് പറഞ്ഞാൽ ടൈമാണ്. നമുക്ക് നേരത്തെ അറിയാം വെലോസിറ്റിയുടെ എന്തായാലും നമുക്ക് കാണാൻ അറിയാം. വെലോസിറ്റി എന്താ, L T raised to -1. ക്ലിയർ അല്ലേ. അപ്പം ഇതാണ് ഫൈനൽ വെലോസിറ്റി V. ഇനീഷ്യൽ വെലോസിറ്റി ആകുമ്പോൾ അതേമാതിരി സെയിം അല്ലേ, L T raised to -1 അല്ലേ. ക്ലിയർ അല്ലേ. ഇനി എന്താ, ആക്സലറേഷനും ടൈമും. അപ്പോൾ AD യും T യുടെയും കാണാം. AT എന്ന് പറയുമ്പോൾ എന്താ, ആക്സലറേഷൻ എന്താ, L T raised to -2. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, T ഇല്ലേ, സ്മോൾ ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ T ആണ് അല്ലേ. അപ്പോൾ L T raised to -T ഇൻറ്റു T, അതായത് T raised to -2 ഇൻറ്റു T എന്ന് പറയുന്നതാ T raised to -1 അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, L T raised to -1. ക്ലിയർ ആണല്ലോ. അപ്പം വിൻ്റെയും യുവിൻ്റെയും അതുപോലെ തന്നെ AT യുടെ ഇക്വേഷൻസ് ഡയമെൻഷൻസും പറഞ്ഞാൽ എന്താ, L T raised to -1 ആണ്. ക്ലിയർ അല്ലേ. അതായത് V is equal to U plus AT എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ L T raised to -1 equal to ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ L T raised to -1 ഈക്വൽ ടു ആക്സിലറേഷൻ ടു ടൈമിൻ്റെ L T raised to -1. അപ്പോൾ ഈ മൂന്ന് ഡയമെൻഷൻസും എന്താ, ഡയമെൻഷനലി ഈക്വലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ടോട്ടലി എന്ത് ചെയ്യുക, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ഒരു എക്സാം കൂടി ചെയ്ത് നോക്കാം. സാധാ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻസ് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ എങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ സത്യത്തിൽ നമ്മളൊരു ഇതിൽ അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ ഒരു ലോ പഠിക്കുന്നുണ്ട്, കൂളംസ് ലോ എന്നുള്ള കാര്യം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും ലോസൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ലോ എന്നുള്ള ലോ ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുന്നത്. കാരണം നമുക്കിവിടെ കാണാൻ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ഗ്രാവിറ്റേഷണൽ ലോ പ്രകാരമുള്ള ഇക്വേഷനാണ് F is equal to ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F is equal to ക്യാപിറ്റൽ G സ്മോൾ m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ക്യാപിറ്റൽ F is equal to ക്യാപിറ്റൽ G ഇൻറ്റു സ്മോൾ m1 m2 ഡിവൈഡഡ് r സ്ക്വയർ. നമുക്ക് ഇവിടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെ ക്യാപിറ്റൽ G എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജിൻ്റെ ഡയമെൻഷനാണ്. ഓക്കെ, എന്താ പറഞ്ഞത്, ജിയുടെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ജി എന്ന് കാണാൻ വേണ്ടിയിട്ട് എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 എന്ന് എഴുതാൻ പറ്റും. G is equal to. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ജിയുടെ ഡയമെൻഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഓർത്തെടുക്കുക. അതിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. ഫോഴ്സിൻ്റെത് ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലത്തെ m1 m2 എന്ന് പറഞ്ഞാൽ മാസസ് ആണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ml T raised to -2 ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എഴുതി വെക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിൻ്റെ എന്താ, ക്യാപിറ്റൽ M അല്ലേ.
ആക്സിലറേഷൻ്റെ L(t)-2 അങ്ങനെ ആകുമ്പം mL(t)-2 ആണ് എന്ത് ചെയ്യുക ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പം mL(t)-2 ഫോഴ്സിൻ്റെ. ഓക്കെ, ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെങ്ത് അല്ലേ, റേഡിയസ് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ, r² എന്നല്ല, അപ്പോൾ ലെങ്ത്തിൻ്റെ സ്ക്വയർ. അപ്പം L². m1 m2 എന്ന് പറഞ്ഞാൽ മാസസ് അല്ലേ, അപ്പം 2 മാസം കൂടി ഗുണിക്കുമ്പോൾ മാസിൻ്റെ സ്ക്വയർ അല്ലേ, m². ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോവുക. ഇവിടെ ഒരു എമ്മിൻ്റെ സ്ക്വയർ ആണുള്ളത്, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ M ഉണ്ട്, അത് രണ്ടും എന്ത് ചെയ്യുക കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, ക്യാപിറ്റൽ M വെട്ടിപ്പോയി. അപ്പോൾ എന്താ എല്ലും L² കൂടി എന്താ L³ എഴുതി കൂടെ, L³ എഴുതാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക T⁻² എഴുതാം. ഇവിടെ എന്ത് ചെയ്യുക ക്യാപിറ്റൽ M എഴുതാൻ പറ്റും. ഓക്കെ, ഈ എമ്മിനെ നമ്മൾ എന്ത് ചെയ്യുക മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതി കൂടെ m⁻⁻1 L³ T⁻². ഓക്കെ, ദിസ് ഈസ് ദ ഡയമെൻഷൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് ഡയമെൻഷനാണ് നമ്മളിപ്പം എഴുതിയത്, m⁻⁻1 L³ T⁻². ഇത് മിക്കവാറും എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്, ചോദിച്ചാൽ കണ്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ചെറിയ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്ക് പോകാം. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻ അനാലിസിസ് എങ്ങനെ നമ്മൾ ചെയ്യുക, അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഡയമെൻഷൻ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ പഠിച്ചത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, അതിനായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസും ചെയ്തു നോക്കി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ആണുള്ളത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സാമിൽ 2-3 മാർക്കിന് ചോദിക്കാറുണ്ട്. നമുക്ക് വേഗം പോകാം. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ആണ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ നമുക്കൊരു ഇക്വേഷൻ എക്സാമ്പിൾ ഇപ്പം ഒരു ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. ഇപ്പം S = ut പ്ലസ് ഒരു മിനിറ്റ്. ഓക്കെ, S = ut പ്ലസ് ½ at² ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഈ ഇക്വേഷനിൽ ഇപ്പം ഈ ½ എന്ന് പറയുന്ന ഭാഗം, അതായത് ഈ ½ എന്ന് പറയുന്ന ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. ഓക്കെ, ഇതേപോലുള്ള പല ഇക്വേഷനിലും പല കോൺസ്റ്റൻസുകൾ ഉണ്ടാകാം അല്ലേ. അപ്പം ഈ ഡയമെൻഷണൽ അനാലിസിസിൽ ഈ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. ആ കോൺസ്റ്റൻറ്റിന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അത് തന്നെ ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, അതായത് പോരായ്മയാണ്. ക്ലിയർ ആണല്ലോ, അതാണ് ഒരു പോയിന്റ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റാണ് ഇറ്റ് ചെക്സ് ഓൺലി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ എന്ത് ചെയ്യുക ഇക്വേഷൻ പ്രകാരം നോക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ, ഒരു ഇക്വേഷൻ പ്രകാരം എന്ത് ചെയ്യുക ഡയമെൻഷനലി ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഒരു നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ തന്നെ എടുക്കാം. v² = u² പ്ലസ് 2as എന്നുള്ളൊരു ഇക്വേഷൻ. എന്തായാലും v² ഓക്കെ, നമുക്കൊന്നും കൂടി എഴുതാം. v² = u² പ്ലസ് 2as ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമോജിനിറ്റി പ്രകാരമുള്ള ഡയമെൻഷൻ എങ്ങനെ എഴുതാൻ പറ്റും? L² T⁻² എന്ന് എഴുതാൻ പറ്റും. L² T⁻² എന്ന് നമുക്ക് എന്താ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് L² T⁻² നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഈ 2 എന്ന് പറഞ്ഞതൊക്കെ എന്താ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്, അതും അറിയാം. ഇപ്പോൾ സപ്പോസ് ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്, സപ്പോസ് ഇതാണ് ഇതിൻ്റെ ഡയമെൻഷനലി കറക്റ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഓക്കെ, സപ്പോസ് ഇത് v² = u² പ്ലസ് as എന്ന് കണ്ടാലും ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെ കിട്ടുന്നത്
എൽ സ്ക്വയർ ടി റേസ് ടു -2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ എന്ത് ചെയ്യുക ഇക്വേഷൻ ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുള്ളൂ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണോ തെറ്റാണെന്ന്, പക്ഷേ ഇക്വേഷൻ ശരിയാണോ തെറ്റാണെന്ന് നോക്കുന്നില്ല, ഡയമെൻഷനലി ശരിയാണോ തെറ്റാണെന്ന് മാത്രം എന്ത് ചെയ്യുക നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റാണ് ദ ഫോർമുല കണ്ടെയ്നിങ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ ആൻഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കനോട്ട് ബി ഡെറൈവ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ലോഗരിതമിക് ഫംഗ്ഷനും അതായത് ഈ ലോഗറ്റ്സ് അങ്ങനത്തെ ഫംഗ്ഷൻ ലോഗരിതമിക് ഫംഗ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അതായത് e⁻⁻x എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സൈനസ്, കോസസ്, ടാനസ് അങ്ങനെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുക ആ ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്യുക അവയൊക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റൂല ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട്. ക്ലിയർ ആണല്ലോ? അതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞല്ലേ ഈ സൈനസ്, അതുപോലെ തന്നെ ലോഗരിതമിക് ഫംഗ്ഷൻ ആകുമ്പോൾ ലോഗറ്റ്സ്, e⁻⁻x ഇതേപോലെയുള്ള ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യുക ഡിറൈവ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, ഇനി അടുത്താണ് നാലാമത്തെ കേട്ടോ. ഇറ്റ് ഗിവ്സ് നോ ഇൻഫർമേഷൻ അബൌട്ട് വെദർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് സ്കേലാർ ഓർ വെക്റ്റർ. ഇത് അടിപൊളിയാണല്ലോ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് നമുക്കൊരു ഇത് പ്രകാരം, അതായത് ഈ ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ് പ്രകാരം ഇറ്റ് ഗിവ്സ് നോ ഇൻഫർമേഷൻ അബൌട്ട് വെദർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് സ്കേലാർ ഓർ വെക്റ്റർ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്നൊന്നും എന്ത് ചെയ്യുക ഈ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യുക പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയാലും എന്ത് ചെയ്യുക ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യുക ഇക്വേഷൻ പ്രകാരം അത് എന്ത് ചെയ്യുക സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ അതിന് ഈ സ്കേലാർ എന്താണെന്ന് മനസ്സിലായോ? ഈ സ്കേലാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ കഴിയുന്നതാണ്, അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എന്ത് ചെയ്യുക മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണം. ഇപ്പോൾ സ്കേലാർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ സ്പീഡ് എടുത്താൽ ഒരാൾ 60 km/h സഞ്ചരിക്കുന്നത്, അതായത് 60 km/h സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനവിടെ അളവ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ സ്പീഡ് വെലോസിറ്റി ആണ് വിചാരിക്കട്ടോ. വെലോസിറ്റി എടുക്കുമ്പോൾ എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 60 km/h ടുവാർഡ്സ് നോർത്ത് എന്നാണ്. എന്താണ്? ടുവാർഡ്സ് നോർത്ത് എന്നാണ് പറയാൻ പറ്റുക കേട്ടോ. വെലോസിറ്റി പറഞ്ഞാൽ 60 km/h ടുവാർഡ്സ് നോർത്ത്. ഓക്കെ, ഇപ്പോൾ ഇതിനെന്ത് ചെയ്യുക ഒരു മാഗ്നിറ്റ്യൂഡും പറയാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അളവും പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണ് എന്ത് ചെയ്യുക വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക ഡയമെൻഷൻ അനാലിസിസ് എന്ത് ചെയ്യുക അപ്പോൾ ഒന്നും പറയുന്നില്ല, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഇതുവരെ ഗുഡ് ബൈ.